ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുന്ന കാഴ്ച. പക്ഷേ ആ പ്രണയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു സൈബർ ചതിയാണെങ്കിലോ? വ്യാജ പ്രൊഫൈലുകളിലൂടെ കെണിയൊരുക്കുന്നവർ, മധുരവാക്കുകൾ പറഞ്ഞ് പെൺകുട്ടികളെ വശീകരിക്കുന്നവർ. സൗഹൃദങ്ങളെ പ്രണയത്തെയോ കുറ്റം പറയുന്നില്ല, അത് തെറ്റാണെന്നും പറയുന്നില്ല. എന്നാൽ നിങ്ങളുടെ എത്ര അടുത്ത സുഹൃത്താണേലും കാമുകനാണേലും ചാറ്റുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലാണ് പ്രശ്നം. സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ് കെണി. പിന്നീടത് ആയുധമാക്കിയുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും. കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഈ ചതിയിൽ വീഴുന്നുണ്ട്. സ്നേഹം വാഗ്ദാനം ചെയ്ത് ജീവിതം തകർക്കുന്ന ഈ ഡിജിറ്റൽ വേട്ടക്കാർക്കെതിരെ കരുതിയിരിക്കണം. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലും പെരുമ്പട്ടിയിലും ഉണ്ടായ 2 സംഭവങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വീട്ടിലെപ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന മാതാപിതാക്കളും മക്കളും. നേരിൽ കാണുമ്പോഴുള്ള സംസാരം പോലും കുറഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ സൗഹൃദങ്ങളാണ് പലർക്കും കൂട്ട്. എന്നാൽ നിങ്ങളുടെ മക്കളുടെ സൗഹൃദങ്ങളും ഇൻസ്റ്റഗ്രാമിലെ ഇടപെടലുകളും ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? എത്ര തിരക്കിലാണേലും കുട്ടികളെ നിരീക്ഷിച്ചില്ലെങ്കിൽ അവർ പല ചതികളിലും വീഴാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട റാന്നിയിലെ 13കാരി ഇൻസ്റ്റഗ്രാം കെണിയിൽ വീണ സംഭവം എല്ലാ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവാവ് സൗഹൃദം നടിച്ച് അവളുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കി. പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങും ഭീഷണിയും. ഏറ്റവും ഒടുവിലാണ് ആ പെൺകുട്ടി മാതാപിതാക്കളോട് ഇക്കാര്യം പറയുന്നത്. കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. റാന്നി സ്വദേശി രാജേഷ് കുമാറാണ് പിടിയിലായത്. റാന്നി സ്വദേശിനിയായ പെൺകുട്ടിയുമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് പ്രതി രാജേഷ് കുമാർ പരിചയത്തിലാകുന്നത്. ഇതിനുശേഷം പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ നിർബന്ധിച്ച് കൈക്കലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്നാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലും രാജേഷ് കുമാർ നിർബന്ധിച്ച് നഗ്നചിത്രങ്ങൾ വാങ്ങിയതായി കണ്ടെത്തി. പോലീസിന്റെ അന്വേഷണം തുടരവേ പ്രതി പെൺകുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമാക്കി മറ്റൊരു സമൂഹ മാധ്യമ അക്കൗണ്ട് കൂടി തുടങ്ങിയിരുന്നു. വിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് ഇടുക്കി ജില്ലയിൽ നിന്നും രാജേഷ് കുമാറിനെ പിടികൂടിയത്. വീടുമായി അകന്നു കഴിഞ്ഞിരുന്ന രാജേഷ് കുമാർ മറ്റൊരു യുവാവിന്റെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമാക്കിയും റീലുകൾ ചെയ്തുമാണ് പെൺകുട്ടികളുമായി അടുത്തത്. പ്രതിയുടെ ഫോണിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകളും വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. കൂടുതൽ പെൺകുട്ടികളെ സമാനമായ രീതിയിൽ പ്രതി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മക്കൾക്ക് എന്തും തുറന്നു പറയാനുള്ള സാഹചര്യം എത്ര വീടുകളിലുണ്ട്? അവരെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകാറുണ്ടോ? കുട്ടികളിലെ മാറ്റങ്ങൾ അച്ഛനമ്മമാർ മനസ്സിലാക്കിയാൽ, അവരെ ചേർത്തു പിടിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഒരിക്കലും തകരില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പല വീടുകളെയും സാഹചര്യം മറിച്ചാണ്. പത്തനംതിട്ട പെരുമ്പട്ടിയിൽ ലൈംഗിക അതിക്രമം നേരിട്ട 16കാരി ഭയം കാരണം ആദ്യം ആരോടും തുറന്നു പറഞ്ഞില്ല. അങ്ങനെ മാസങ്ങളോളം ആ പെൺകുട്ടി ഭീതിയോടെയാണ് ജീവിച്ചത്. പിന്നീട് സ്കൂളിലെ കൗൺസിലിങ്ങിൽ അവളെല്ലാം വെളിപ്പെടുത്തി. +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പെരുമ്പട്ടി സ്വദേശി പ്രവീൺ പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 16കാരിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പ്രതി പ്രവീൺ പ്രമോദ് കടന്നുപിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. എന്നാൽ പെൺകുട്ടി ഈ വിവരം ഭയം കാരണം പുറത്തു പറഞ്ഞിരുന്നില്ല. അടുത്തിടെയാണ് കുട്ടി വിവരം പുറത്തു പറയുന്നത്. പെൺകുട്ടിയുടെ പരാതിയുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പെരുമ്പട്ടി പോലീസ് കേസെടുത്തത്. തുടർന്നുള്ള അന്വേഷണത്തിൽ പ്രതി പ്രവീൺ പ്രമോദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ സനൽകുമാർ, SI-മാരായ ഷിജു, ഉണ്ണികൃഷ്ണൻ, ASI ഷെറീന, CPO-മാരായ അലക്സ്, രതീഷ്, രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
18 പത്തനംതിട്ട. ബലാത്സംഗം, പീഡന ശ്രമം, അടിപിടി, മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ, കൈക്കൂലി ഉൾപ്പെടെയുള്ള കേസുകൾ, ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും ഉൾപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. കാക്കിയിട്ട ചില ഏമാന്മാരുടെ തനി സ്വഭാവത്തെക്കുറിച്ചാണ്. കേരള പോലീസിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള 800ഓളം ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് കണക്ക്. ആ പട്ടികയിലെ പുതിയ പേരാണ് മുജീബ് റഹ്മാൻ. കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI. പരാതി നൽകാനെത്തിയ യുവതിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സമീപിക്കുകയും ചെയ്തുവെന്നത് ആദ്യത്തെ പരാതി. ഒരു ഡോക്ടറെ ലഹരി കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടാൻ ശ്രമിച്ച മറ്റൊരു കേസ്. വിവിധ പരാതികളിൽ അറസ്റ്റിലായ മുജീബ് റഹ്മാനെ റിമാൻഡ് ചെയ്തു. കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI മുജീബ് റഹ്മാനെ ലൈംഗിക അതിക്രമ കേസിൽ യുവതിയുടെ പരാതിയിലും പണം തട്ടിയ കേസിൽ ഡോക്ടറുടെ പരാതിയിലുമാണ് അറസ്റ്റ് ചെയ്തത്. എളമക്കര പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ആലുവ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യുവതിയുടെ പരാതിയിൽ മുജീബ് റഹ്മാൻ നേരത്തെ സസ്പെൻഷനിലായിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളാണ് മുജീബ് റഹ്മാൻ ചെയ്തതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഇത് പീരീഡിന് നോക്കുമ്പോൾ ഇത് ഏകദേശം 9-10 മാസം മുൻപുള്ള കേസാണ്. ആ സമയത്തിൽ തന്നെ അന്വേഷണത്തിക്ക് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പോയിട്ടുള്ളത്. ഇപ്പം നമുക്ക് നാളേജ് ഇൻപുട്ടും കിട്ടിയ രീതിയിൽ നമുക്ക് കേസെടുത്ത് പുള്ളി ഇന്ന് അറസ്റ്റുമായിട്ടുണ്ട്. സോ അതൊരു ക്രിമിനൽ അറസ്റ്റഡ് ആയിട്ട് പിടിയിലായി. സോ നമുക്കത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ കാണാം. ഇറ്റ്സ് നോട്ട് മിയർലി ഡിസിപ്ലിനറി ആക്ഷൻ. പരാതി നൽകാനെത്തിയ യുവതിയോട് ഇയാൾ മോശമായി പെരുമാറുകയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി സമീപിക്കുകയും ചെയ്തുവെന്നാണ് ആദ്യത്തെ പരാതി. മറ്റൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ കൊല്ലം സ്വദേശിനിയായ യുവതിയെയാണ് ഫോൺ നമ്പറിൽ വിളിച്ച് SI ശല്യം ചെയ്തത്. ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ലഹരി കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. 2025-ലാണ് സംഭവം നടന്നത്. അടുത്തിടെയാണ് രണ്ടാമത്തെ പരാതിക്ക് ആസ്പദമായ സംഭവം. മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ലഹരി കേസിൽ പിടികൂടിയ പ്രതിയുടെ ഫോണിൽ പരാതിക്കാരനായ ഡോക്ടറുടെ ഫോൺ നമ്പർ കണ്ടതിൽ നിന്നാണ് തുടക്കം. തുടർന്ന് SI നിരന്തരം ഡോക്ടറെ ഫോണിൽ വിളിച്ചും നേരിൽ കണ്ടും പണം ആവശ്യപ്പെട്ടു. ഡോക്ടറുടെ പേര് ലഹരി കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞായിരുന്നു ഭീഷണി. ഡോക്ടറെ ലഹരി കേസിൽ പെടുത്താതിരിക്കാൻ 1.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ സിനിമാ സെറ്റിൽ വെച്ച് മോഡലിനെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ സഹസംവിധായകൻ ജോജോ കുരിശിങ്കലിനെ ആരാണ് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത്? പ്രതിക്ക് നിയമസഹായം നൽകുന്നത് ഏതുന്നതനാണ്? ഒളിവിൽ പോകാൻ ജോജോയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചതായി ആക്ഷേപമുണ്ട്. പീഡന കേസിന് പിന്നാലെ പ്രതി പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം ധരിച്ചതിലും അന്വേഷണം ആരംഭിച്ചു. കൊല്ലം കൊട്ടിയം CA ആയിരുന്ന രാജേഷിനോടൊപ്പം പ്രതി ജോജോ കുരിശിങ്കൽ പോലീസ് യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ചിത്രം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ജോജോ കുരിശിങ്കലും പോലീസ് ഉന്നതനും തമ്മിലുള്ള ബന്ധം ഏറെ വിവാദമായിരിക്കുകയാണ്. കൊല്ലം കൊട്ടിയം CA ആയിരുന്ന രാജേഷിന്റെ ഒപ്പം ജോജോ പോലീസ് യൂണിഫോം ധരിച്ചു നിൽക്കുന്ന ചിത്രം ഇരുവരും തമ്മിലുള്ള ബന്ധം തുറന്നു കാട്ടുന്നതാണ്. പ്രതിക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകിയത് ഈ ഉദ്യോഗസ്ഥനെന്നാണ് ആക്ഷേപം. വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിൽ ഈ പോലീസ് ഉന്നതൻ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് വിവരം. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം പുറത്തു വന്നതോടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച കേസിൽ എറണാകുളം മരട് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ജോജോ കുരിശിങ്കൽ ഒളിവിലാണ്. ജോജോ മുൻപ് 2 വിവാഹം കഴിച്ചിരുന്നുവെന്നും
ഇക്കാര്യം മറച്ചുവെച്ചാണ് ബന്ധം സ്ഥാപിച്ചതെന്നും യുവതി പരാതിയിൽ ആരോപിച്ചു. ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരുന്നതോടെ പ്രതി ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്ന് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ബന്ധത്തിൽ നിന്ന് പിന്മാറിയ യുവതിയെ പ്രതി പിന്തുടർന്ന് ഉപദ്രവിച്ചു. യുവതിക്ക് മറ്റൊരു വിവാഹാലോചന വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. ന്യൂസ് 18 കൊച്ചി. അവയവങ്ങൾ പണത്തിനു വേണ്ടി വിൽക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലം നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത ദാതാക്കൾക്കോ മാത്രമേ അവയവദാനം നടത്താൻ അനുമതിയുള്ളൂ. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അവയവ കച്ചവടം നടത്തുന്ന വലിയ റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പല ആശുപത്രികൾക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം. കൊച്ചി കേന്ദ്രീകരിച്ച് അവയവദാനത്തിന് വ്യാജരേഖ ചമച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിയിലായ മുഖ്യപ്രതി നജീബ് തമിഴ്നാട്ടിലും അവയവ കച്ചവടം നടത്തിയതായി കണ്ടെത്തൽ. നജീബിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായെന്നാണ് സൂചന. അതിനിടെ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട അന്വേഷണം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് പോലീസ്. മുഖ്യപ്രതി നജീബ് തമിഴ്നാട്ടിലും അവയവ കച്ചവടവും മറ്റ് തട്ടിപ്പുകളും നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യക്തമായതെന്ന് പോലീസ് പറയുന്നു. തമിഴ്നാട്ടിലും ഇയാൾ അവയവദാതാക്കളെ കണ്ടെത്തിയിരുന്നതായും ഇതിനായി വലിയൊരു ശൃംഖലയെ ഉപയോഗിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. നജീബിന് കൊലക്കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കർണാടകയിൽ ഇയാൾക്കെതിരെ ഒരു കൊലക്കേസ് നിലവിലുണ്ട്. തട്ടിപ്പിന്റെ അന്വേഷണത്തിനായി സംസ്ഥാന തലത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ജില്ലാ തലത്തിലുള്ള സംഘത്തിന് പുറമെയാണ് സംസ്ഥാനതല സംഘം രൂപീകരിക്കുക. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. സ്റ്റേറ്റ് വൈഡ് ഇത് കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടീം ഉപയോഗിച്ച് മുൻകൊണ്ടു പോകാനാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. അന്വേഷണം കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിസും അതിനോട് ഒരു ഭാഗമായിട്ട് വരും. അത് വിത്ത് നോളജ് വിത്തൗട്ട് നോളജ് ആണോ ഇല്ല, അത് ഒരു ഗവൺമെന്റ് ഇത് നേരത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു SOPയും പ്രൊസീജിയറും ഉള്ള മേഖലയാണ്. അതെങ്ങനെ ഇവർ ബീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടത്. സംസ്ഥാന തലത്തിൽ SIT ഉണ്ടാകുമെന്ന് എറണാകുളം റൂറൽ SP KS സുദർശനും വ്യക്തമാക്കി. നജീബാണ് നിലവിൽ പ്രധാന പ്രതി. നിരവധി കേസിലെ പ്രതിയാണ് നജീബെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും റൂറൽ SP വ്യക്തമാക്കി. 2-4 ജില്ലകളിൽ ഉള്ളതുകൊണ്ട് ഹയർ ലെവലിലാണ് അത് തീരുമാനിക്കേണ്ടത്. എന്തായാലും എറണാകുളം റൂറൽ ജില്ലയിലുള്ള സംഭവങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുമായിട്ട് ബന്ധപ്പെട്ട 4 പേരാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ മറ്റാരെങ്കിലും അതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് അന്വേഷണം നടത്തി കണ്ടുപിടിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ടുള്ള ആളുകൾ, പ്രതിയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുഴുവൻ ആളുകൾ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേസമയം വ്യാജരേഖകളിലെ സാങ്കേതികത പരിശോധിക്കുന്നതിനും അന്വേഷണത്തിൽ സഹായിക്കുന്നതിനും ഒരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കാൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയേക്കും. അവയവദാതാക്കൾ സ്വീകർത്താക്കളുടെ ബന്ധുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജമായി നിരവധി രേഖകളാണ് സംഘം ഉണ്ടാക്കിയിട്ടുള്ളത്. MP-മാർ, MLA-മാർ, പോലീസ് ഓഫീസർമാർ തുടങ്ങിയവരുടെ ലെറ്റർ പാഡുകളും സീലുകളും ഒപ്പുകളും വരെ ഇവർ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വ്യാജ ആധാർ കാർഡുകൾ, തിരിച്ചറിയൽ രേഖകൾ, ശുപാർശ കത്തുകൾ, വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇവർ നിർമ്മിച്ചതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവയവദാനം സ്വമേധയാ ഉള്ളതാണെന്നും പണമിടപാടുകൾ നടന്നിട്ടില്ലെന്നും സാക്ഷ്യപ്പെടുത്തി SP, DYSP റാങ്കിലുള്ളവർ നൽകുന്ന അവയവദാനത്തിന് നിർബന്ധമായ സർട്ടിഫിക്കറ്റുകളും ഇവർ വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. നിലവിൽ വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവന്നതെന്നും ഈ രേഖകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി എത്രത്തോളം അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, എല്ലാവരും ഏറെ ആദരിക്കുന്ന ഒരു സമുദായ ആചാര്യം കൂടിയാണ്. അങ്ങനെ ഒരു വലിയ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തിയത് ഒരിക്കലും
മാപ്പർഹിക്കാത്ത കുറ്റമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങൾക്കെതിരെ സൈബർ അധിക്ഷേപം ഉണ്ടായത്. ആരായിരുന്നു അതിന് പിന്നിൽ? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? പ്രതി മുഹമ്മദ് റോഷനെ പിടികൂടിയതോടെ കേസിൽ വഴിത്തിരിവാകുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച മുഹമ്മദ് റോഷന്റെ ലക്ഷ്യം പണമായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തങ്ങൾക്കെതിരെ പെൺകുട്ടിക്ക് പരാതിയുണ്ട് എന്നത് റോഷന്റെ തിരക്കഥയാണെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു അപകീർത്തികരമായ പോസ്റ്റ് വരുന്നത്. പിന്നാലെ മൂയിൻ അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് റോഷനെതിരെ പരാതി നൽകി. പണം നൽകിയില്ലെങ്കിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുമെന്നായിരുന്നു ഭീഷണി. പരാതി അന്വേഷിച്ച പെരിന്തൽമണ്ണ പോലീസ് മുഹമ്മദ് റോഷനെ പിടികൂടുകയും ചെയ്തു. തങ്ങളെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് പണം തട്ടാനുള്ള ശ്രമമെന്നാണ് കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസ് സംഘം നൽകുന്ന സൂചന. ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം വ്യാജമാണ്. 17-കാരിയുടെ പരാതി ഉണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും പരാതിക്കാരി ഉണ്ടെന്നത് മുഹമ്മദ് റോഷന്റെ തിരക്കഥയെന്നും പോലീസ് പറയുന്നു. വിപുലമായ അന്വേഷണം നടത്തിയിട്ടും പരാതിക്കാരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു. ആസൂത്രിത കെട്ടുകഥ തയ്യാറാക്കിയതിൽ കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ചിത്രങ്ങൾ മോർഫ് ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പാസ്വേഡ് നൽകാൻ മുഹമ്മദ് റോഷൻ തയ്യാറാകാത്തത് അന്വേഷണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കാപ്പ ചുമത്തിയ മുഹമ്മദ് റോഷൻ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ന്യൂസ് 18 മലപ്പുറം. പ്രിയപ്പെട്ടവരുടെ വിയോഗം ഹൃദയം തകർക്കുന്ന വേദനയാണല്ലേ. അത് ജീവിതത്തിലുണ്ടാക്കുന്ന ശൂന്യത വളരെ വലുതായിരിക്കും. ചിലർ മാനസികമായി തകർന്നു പോകാം. ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാം. കാസർഗോഡ് കുമ്പള സ്വദേശിനിയായ പ്രഫുല്ലയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നത് ആ നശിച്ച ദിനത്തിലാണ്. പ്രഫുല്ലയും തമിഴ്നാട് സ്വദേശി മണിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയം. അതിനിടെയാണ് വാഹനാപകടത്തിൽ മണിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുന്നു. അതിന് പിന്നാലെ അവൾ മാനസിക വിഷമത്തിലായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം എല്ലാവരും കേട്ടത് യുവതിയുടെ മരണവാർത്തയാണ്. പ്രതിസുത വരന്റെ വിയോഗത്തിൽ മനം നൊന്ത് പ്രഫുല്ല തൂങ്ങി മരിച്ചെന്നാണ് വിവരം. പ്രതിശ്രുത വരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചതിന്റെ മനോവിഷമത്തെ തുടർന്നാണ് യുവതി വീടിനകത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങി ജീവനൊടുക്കിയത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിതൂർ കൊണ്ടങ്കേരടുക്കയിലെ ബി ജയാനന്ദയുടെ മകൾ പ്രഫുല്ലയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഹാളിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കാണപ്പെട്ടത്. കുടുംബം ജയാനന്ദന്റെ സഹോദരി പുത്രിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു സംഭവം. തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. തമിഴ്നാട് സ്വദേശിയും ബാങ്ക് ജീവനക്കാരനുമായ മണിയും പ്രഫുല്ലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം 4 മാസം മുൻപ് നടത്തിയിരുന്നു. മഴക്കാലത്തിന് ശേഷം വിവാഹം നടത്താനായിരുന്നു ഇരു വീട്ടുകാരും തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിൽ 1 മാസം മുൻപ് മണി ഓടിച്ച ബൈക്കും മറ്റൊരു ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ് 10 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ മണി പിന്നീട് മരണത്തിന് കീഴടങ്ങി. മണിയുടെ സംസ്കാര ചടങ്ങിൽ പ്രഫുല്ലയും കുടുംബവും സംബന്ധിച്ചിരുന്നു. തിരിച്ചെത്തിയ ശേഷം പ്രഫുല്ല മാനസിക വിഷമത്തിലായിരുന്നു. ഇതായിരിക്കും ജീവനൊടുക്കാൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. പ്രഫുല്ലയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. മണിയുടെ വിയോഗം താങ്ങാനാകുന്നില്ലെന്നും തന്റെ മൃതദേഹം അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇരു വീട്ടുകാരും തമ്മിൽ ധാരണയിലെത്തിയതായി പ്രഫുല്ലയുടെ ബന്ധുക്കൾ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. സംഭവത്തിൽ കുമ്പള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പ്രഫുല്ലയുടെ ആത്മഹത്യാക്കുറിപ്പും ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
താരസംഘടനയായ അമ്മയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വന്നതോടെ എന്ത് മാറ്റമാണ് സംഘടനയിലുണ്ടായത്? തൊഴിലിടത്ത് സ്ത്രീകൾക്ക് തുല്യനീതിയും വേതനവും പോട്ടെ, തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കാനെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചില താരങ്ങളും അമ്മയിലെ ഭാരവാഹികളും അടിമകളെപ്പോലെയാണ് ജീവനക്കാരോട് പെരുമാറുന്നത്. അമ്മയുടെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിരുന്ന അതുല്യയുടെ പരാതി അതീവ ഗൗരവത്തോടെ കാണണം. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ട്രഷറർ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് പരാതി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്മയിലെ തൊഴിൽ പീഡനത്തിനോടൊപ്പം സാമ്പത്തിക തിരിമറി സംബന്ധിച്ച വ്യാജ ആരോപണവും ഉന്നയിച്ചിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് യുവതി പരാതി നൽകിയത്. സംഘടനയുടെ ട്രഷററായ ഉണ്ണി ശിവപാൽ തന്നോട് മോശമായി പെരുമാറിയെന്നും ഇക്കാര്യം ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനോട് പറഞ്ഞപ്പോൾ അതിൽ നടപടിയെടുക്കുന്നതിന് പകരം ശകാരിക്കുകയും ഓഫീസിൽ നടക്കുന്ന കാര്യം പ്രസിഡന്റായ ശ്വേതാ മേനോനോട് വിളിച്ചു പറയുന്നത് എന്തിനാണെന്നും ചോദിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിക്കുന്നു. എന്നെ ഇന്റർവ്യൂ ചെയ്തത് മുതൽ കുക്കു പരമേശ്വരനായിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പം അതിൻ്റെ അടുത്ത ദിവസം മുതൽ ട്രഷറർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ അൺപ്രൊഫഷണലി ആയിട്ടാണ് കുക്കു ഇന്റർവ്യൂ ചെയ്തത്. അപ്പം എന്നെ എടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് അന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വഴക്ക് പറയുക, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഇതുപോലെ വഴക്ക് പറഞ്ഞ് ഞാൻ സങ്കടപ്പെടുന്ന രീതിയിൽ വരെ എത്തിക്കഴിയുമ്പോഴത്തേന് എനിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത്. താൻ മാനേജറായിരുന്ന സമയത്ത് സാമ്പത്തിക തിരിമറി സംബന്ധിച്ച വ്യാജ ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മോശം പ്രകടനത്തെ തുടർന്നാണ് പെൺകുട്ടിയെ പിരിച്ചുവിട്ടതെന്നാണ് അമ്മ നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റെല്ലാ ആരോപണങ്ങളും കള്ളമാണെന്നും അമ്മ ജനറൽ സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മുക്കം പൂളപ്പൊയിലിലെ മുഹമ്മദ് കുട്ടിയും കുടുംബവും വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ പുലർച്ചെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും സ്ത്രീകളും ഉൾപ്പെടുന്ന വീടിന് നേരെ അജ്ഞാത സംഘം നടത്തിയ ആക്രമണത്തിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. വീടിൻ്റെ ജനാല ചില്ലുകളും കാർപോർച്ചിൽ കിടന്ന കാറിൻ്റെ മുൻവശത്തെ ചില്ലുമാണ് ആക്രമികൾ തകർത്തത്. CCTV ദൃശ്യം ലഭിച്ചെങ്കിലും പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിൻ്റെ കാരണവും വ്യക്തമല്ല. കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൂളപ്പൊയിൽ സ്വദേശി വരികാലിൽ അഹമ്മദ് കുട്ടിയുടെ വീടിന് നേരെയാണ് പുലർച്ചെ 3 മണിയോടെ ആക്രമണമുണ്ടായത്. വീടിന് നേരെ അജ്ഞാതർ കല്ലെറിയുകയായിരുന്നു. വീടിന്റെ ജനാല ചില്ലുകളും കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലും തകർന്നിട്ടുണ്ട്. CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ആളുകളെ വ്യക്തമായി കാണാനായില്ല. അഹമ്മദ് കുട്ടിയുടെ ഭാര്യയും മകളും 15 ദിവസം മാത്രമായ കുഞ്ഞിനോടൊപ്പം കിടക്കുന്ന മുറിയുടെ ജനാലയ്ക്ക് നേരെയാണ് കല്ലെറിഞ്ഞത്. ജനാല ചില്ലുകൾ വീടിനകത്തേക്ക് തെറിച്ചെങ്കിലും ആർക്കും പരിക്കുകളില്ല. വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും സമീപ പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 മുക്കം. കേരളത്തിൽ സമീപകാലത്തായി അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാകുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് മലയാളി മാറുന്നത്? കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരന് നേരെയുണ്ടായ ആക്രമണം ചെറിയ വാക്കുതർക്കത്തെ തുടർന്നാണ്. പൂൾ ബാർ ജീവനക്കാരനായ മുനവർ താജ് കോടഞ്ചേരി സ്വദേശി ഫിലിപ്പിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഫിലിപ്പ് ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് പ്രതി പുറകിൽ നിന്ന് വന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. ഹോട്ടലുടമയുടെ പരാതിയിൽ മുക്കം പോലീസ് കേസെടുത്തു. മുക്കം ബസ് സ്റ്റാൻഡിൽ കൂൾബാർ ജീവനക്കാരൻ തൊട്ടടുത്ത ഹോട്ടൽ ജീവനക്കാരനെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി.
മരുപ്പച്ച എന്ന കൂൾബാറിലെ ജീവനക്കാരനാണ് തൊട്ടടുത്ത സ്റ്റാൻവ്യൂ ഹോട്ടലിലെ ജീവനക്കാരനായ കോടഞ്ചേരി മുറമ്പാത്തി സ്വദേശി ഫിലിപ്പിനെ മർദ്ദിച്ചത്. ഫിലിപ്പിന്റെ കാലിന് പരിക്കുണ്ട്. ദേഹമാസകലം മർദ്ദനമേറ്റതായും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12:45 സംഭവം. ആക്രമണത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇരുകൂട്ടരും തമ്മിൽ നടന്ന വാക്കേറ്റത്തിന്റെ തുടർച്ചയാണ് മർദ്ദനം. ഫിലിപ്പ് ഹോട്ടലിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കൂൾബാർ ജീവനക്കാരനായ മുനവർ താജ് പിന്നിൽ വന്ന് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് തള്ളി വീഴ്ത്തുകയും വലിച്ചിഴച്ചു കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് കൂൾബാർ ഉടമയുടെ മകൻ ഹോട്ടലിൽ വന്ന് മറ്റു ജീവനക്കാരെ മർദ്ദിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. ഹോട്ടലുടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അതേസമയം കൂൾബാറിലേക്ക് കയറാൻ വന്ന ആളുകളെ ഫിലിപ്പ് ഹോട്ടലിലേക്ക് വിളിച്ചു കയറ്റിയതാണ് തർക്കത്തിന് കാരണമെന്ന് കൂൾബാർ ഉടമ പറയുന്നു. ന്യൂസ് 18 മുക്കം. കള്ളന്മാർക്ക് പോലീസ് എന്ന് കേട്ടാൽ പേടിയുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ കാക്കിയിട്ടവരെ പോലും വകവയ്ക്കാത്തവരാണ് കവർച്ചാ സംഘങ്ങൾ. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നടന്ന മോഷണത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആളില്ലായിരുന്ന സമയം വീടിൻ്റെ താക്കോൽ കൈക്കലാക്കി അകത്ത് കയറിയ കള്ളൻ 7 പവൻ സ്വർണം മോഷ്ടിച്ചെന്നാണ് പരാതി. പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ രാജ് ജോലി കഴിഞ്ഞ് രാത്രി വൈകി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വെസ്റ്റ് ഹിൽ സ്വദേശിയും പോലീസ് ഉദ്യോഗസ്ഥനുമായ മിഥുൻ രാജിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ ജോലിക്ക് പോയ മിഥുൻ രാത്രി 11 മണിയോടെയാണ് തിരികെ എത്തിയത്. ഇതിനിടയ്ക്കുള്ള സമയത്താണ് വീടിന്റെ മുമ്പിൽ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൈക്കലാക്കി മോഷ്ടാവ് അകത്ത് കയറിയത്. താക്കോൽ മാറ്റിന് മുകളിൽ ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ മിഥുൻ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണം നഷ്ടമായത് ശ്രദ്ധയിൽപ്പെട്ടത്. മിഥുന്റെ മാതാപിതാക്കളും ഭാര്യയും വീട്ടിലില്ലായിരുന്ന സമയം നോക്കിയാണ് കവർച്ച. മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7,80,000 രൂപ വിലമതിക്കുന്ന 7 പവൻ ആഭരണങ്ങളാണ് നഷ്ടമായത്. മിഥുന്റെ മാതാപിതാക്കൾ കുടുംബശ്രീ കൂട്ടായ്മയ്ക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. താക്കോലിരിക്കുന്ന സ്ഥലം കൃത്യമായി അറിയാവുന്ന ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയമുണ്ട്. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അമ്മ ഒരു ടൂറിന് പോയിട്ടില്ലേ. ഞാനിവിടെ ഒരു പെങ്ങളെ വണ്ടിയുണ്ട് എൻടോർക്ക് DLS. അതിൻ്റെ മാറ്റിൻ്റെ അടിയിലാണ് ചാവി വെച്ചിരുന്നത്. അപ്പം ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവിടെയാണ് വെച്ചിരുന്നത്. അപ്പോൾ തിരിച്ചൊരു 11 മണിയാകുമ്പം തിരിച്ചു വന്നപ്പം അത് വെച്ച സ്ഥലത്തെ വെച്ച പോലെയല്ല ഉണ്ടായിരുന്ന ആ ചാവി. അപ്പം ഞാൻ വേഗം മുകളിൽ കയറി റൂമൊക്കെ ചെക്ക് ചെയ്തു. ഡ്രോ തുറന്ന് നോക്കിയതിൽ സ്വർണ്ണമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. വേറെ ബ്രേക്ക് ചെയ്ത പോലെയോ അങ്ങനെയൊന്നുമില്ല. സെർച്ച് ചെയ്ത വാരി വലിച്ചിട്ട പോലെയോ ഒന്നും കാണുന്നില്ല. ആള് എങ്ങനെയാണോ ഞാൻ ഇവിടുന്ന് പോയത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നു റൂമും കാര്യങ്ങളും. പക്ഷേ ഗോൾഡ് മിസ്സിംഗ് ആണ്. വീടിന്റെ അകത്തെ സാധനങ്ങളൊന്നും വലിയ രീതിയിൽ വാരി വലിച്ചിട്ടിട്ടില്ല. സ്വർണ്ണം വരുന്ന ബോക്സ് മാത്രം കൃത്യമായി എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ്. വീട്ടിലെ മറ്റു മുറികളിലും താഴത്തെ നിലയിലും സ്വർണ്ണമടക്കം വിലപിടിപ്പുള്ളവ ഉണ്ടായിരുന്നെങ്കിലും അവയൊന്നും നഷ്ടമായിട്ടില്ല. നടക്കാവ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടും പരിസരവും കൃത്യമായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കവർച്ചാ സംഘങ്ങളും മോഷ്ടാക്കളും രാത്രിയിൽ മാത്രമല്ല പട്ടാപ്പകലും നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ടാണ് കവർച്ച. ഒന്ന് കണ്ണു തെറ്റിയാൽ പണവും സാധനങ്ങളും മോഷ്ടിക്കും. തിരുവനന്തപുരം വർക്കല ടൗണിൽ പ്രവർത്തിക്കുന്ന ചെരുപ്പ് കടയിൽ നിന്ന് പട്ടാപ്പകലാണ് പണം മോഷ്ടിച്ചത്. ഇത് ജീവനക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കള്ളന് പിടിവീണു. പിന്നീട് വർക്കല പോലീസ് എത്തി പ്രതിയെ അറസ്റ്റും ചെയ്തു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വർക്കല ടൗണിൽ പ്രവർത്തിക്കുന്ന ചെരുപ്പ് മാർട്ട് എന്ന സ്ഥാപനത്തിലായിരുന്നു മോഷണം. ഉച്ചയ്ക്ക് 1:30 മോഷണം നടന്നത്. സ്ഥാപനത്തിലെത്തിയ യുവാവ് ജീവനക്കാരോട് മുതലാളിയില്ലേ എന്ന് ചോദിച്ചു. മുതലാളി പുറത്തു പോയിരിക്കുകയാണെന്ന് ജീവനക്കാർ മറുപടി നൽകിയെങ്കിലും ഇയാൾ കടയിൽ നിന്ന് പുറത്തുപോയില്ല.
സ്ഥാപനത്തിനുള്ളിൽ കൗണ്ടറിന് സമീപം ചുറ്റിക്കറങ്ങി നിന്ന പ്രതി തുടർന്ന് കൗണ്ടറിലെ പണപ്പെട്ടി തുറന്ന് പണമെടുക്കുകയായിരുന്നു. ഇത് ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷ്ടാവ് കുടുങ്ങിയത്. മുതലാളി ചോദിച്ചു വന്നായിരുന്നു. പിന്നെ ആളിവിടെ കൗണ്ടറിൽ ആരും ഇല്ലയെന്ന് കണ്ടപ്പോൾ ആൾ കൗണ്ടറിൽ നിന്ന് പൈസ എടുത്ത് അങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഞാൻ ചെരുപ്പ് എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ആളെ പിന്നാലെ വന്ന് പിടിച്ച് പിന്നെ പോലീസിനെ വിളിച്ച് അങ്ങനെ ഏൽപ്പിച്ചു. പണവുമെടുത്ത് കടയിൽ നിന്നിറങ്ങിയ മോഷ്ടാവിനെ ജീവനക്കാരൻ തിരികെ കടയിലേക്ക് പിടിച്ചു കയറ്റി. കൗണ്ടറിലെ മേശവലിപ്പ് തുറന്നു നോക്കിയപ്പോൾ പണം നഷ്ടമായത് വ്യക്തമായതോടെ മറ്റ് ജീവനക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞു വെക്കുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വർക്കല പോലീസിന് പ്രതിയെ കൈമാറി. ഇയാൾ സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലൈഫ് മിഷൻ വീടിന്റെ ഗുണഭോക്താവിൽ നിന്ന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഗ്രാമപഞ്ചായത്ത് വിഇഒ പിടിയിൽ. വിജിലൻസ് പിടിയിലായത് തിരുവനന്തപുരം കാരോട് ഗ്രാമപഞ്ചായത്ത് വിഇഒ സന്ദീപ്. കോഴിക്കോട് മുക്കം SI വാടകയ്ക്ക് താമസിച്ചിരുന്ന പെരുമ്പടപ്പിലെ വീട്ടിൽ നടന്ന മോഷണത്തിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പിടിയിലായത് അരീക്കോട് പുത്തലം സ്വദേശി ഷാമിൽ. പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് പിടികൂടി. സിൽച്ചർ തിരുവനന്തപുരം എക്സ്പ്രസിൽ RPFും എക്സൈസും ചേർന്ന് പിടിച്ചത് 8 കിലോയിലധികം കഞ്ചാവ്. സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും നിരവധി ആളുകളെ പരിചയപ്പെടാറുണ്ടല്ലേ. ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് സൗഹൃദം കൂടാൻ എത്തുന്നവരെയും ഇൻസ്റ്റഗ്രാമിലെ അപരിചിതരായ ഫോളോവേഴ്സിനെയും വിശ്വസിക്കാൻ വരട്ടെ. സൗഹൃദവും പ്രണയവും തെറ്റല്ല. പക്ഷെ സ്വകാര്യ ചിത്രങ്ങളും വ്യക്തിപരമായ വിവരങ്ങളും ആരോടും പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ കോൾ, ചാറ്റ്, സ്ക്രീൻഷോട്ട് എല്ലാം പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആയുധമാവാം. സംശയം തോന്നുന്ന നിമിഷം തന്നെ ബന്ധം അവസാനിപ്പിക്കുക. ഭീഷണി ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. വീട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കണം. നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. ഒരു നിമിഷത്തെ വികാരം ജീവിതകാലത്തെ വേദനയായി മാറാതിരിക്കട്ടെ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.